വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. സോ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ 2025. സോ കുറേ നാളായി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഫോൺ ഐഫോണിലേക്ക് മാറ്റിയപ്പം ജിമെയിൽ അക്കൗണ്ടൊക്കെ പോയി കിടക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പാസ്വേഡ് കണ്ടുപിടിച്ചപ്പം എന്തോ വെറിഫിക്കേഷൻ വേണ്ട വന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാട്ടിൽ വന്നിട്ട് അമ്മമ്മയുടെ ഫോണിൽ നിന്നൊക്കെ ആയിരുന്നു ഞാൻ ശരിയാക്കിയത്. സോ ഫൈനലി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ശരിയാക്കിയിട്ടിത് ഇപ്പോഴാണ്. സോ കുറേ നാളെ ഞാനൊരു വീഡിയോ ഇട്ടിട്ട്. സോ ഇത് 2025 ആദ്യത്തെ വീഡിയോ ആണ്. ഇത് ഞാനിപ്പോൾ നാട്ടിലാണ്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഫസ്റ്റ് വീഡിയോ ഇട്ട് സ്ഥലം എവിടെയാണ്, മറ്റേ ഇരുമ്പുമൂല സർബത്തിൻ്റെ വീഡിയോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി കുറേ നാൾ ശേഷമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഉള്ളത്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ പെരുന്നാളാണ്. നമ്മൾ ഇരിഞ്ഞാലക്കുട പെരുന്നാളാണ്. സോ ഞാൻ 2023 തോന്നുന്നു ഞാൻ പെരുന്നാളിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. ഇപ്പോൾ ഇത് 2024 ആണ്. Day 1 Day 2 അങ്ങനെയാണോ, സാറ്റർഡേ സൺഡേ. സോ ഇന്ന് സാറ്റർഡേ. ഇന്ന് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എത്തിയിട്ടുള്ളൂ. ഇതാണ് ഇവിടുത്തെ, ഞാൻ ജസ്റ്റ് ഇവിടുത്തെ ഡെക്കറേഷൻസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കാര്യമായിട്ട് അത്ര ഡെക്കറേഷൻ ഒന്നും ഇല്ല, കുറച്ചൊക്കെ ലൈറ്റ് പിന്നെ പിണ്ടി അത്രേ ഉള്ളൂ. ആദ്യം തന്നെ സൈഡിൽ നിന്ന് വരുമ്പോൾ ഒരു സ്റ്റാർ, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നടന്ന് പോകുമ്പോഴേക്കും നമ്മുടെ പിണ്ടി കാണാം കേട്ടോ. പിണ്ടി ഫുൾ അബാപ്പനാണ് ചെയ്തേക്കുന്നത്, പിണ്ടി മുറിക്കലായാലും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു സ്റ്റാറിൻ്റെ ലൈറ്റും പിണ്ടി നമ്മൾ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്ത് താഴെയും കുറച്ച് കൊടി പോലത്തെ സാധനമൊക്കെ വെച്ച് ഒരു വലിയ സ്റ്റാറും കുറച്ച് ലൈറ്റും. ഇപ്രാവശ്യം നമ്മൾ കുറച്ച് ഡെക്കറേഷൻ ആകെ കൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിൽ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ വെച്ചിരുന്നു, പക്ഷെ അതെനിക്ക് കാണിക്കാനുള്ള ഹൈറ്റ് ഒന്നാമത്തില്ല. പിന്നെ കുറച്ചുകൂടി ബാക്കിലേക്ക് പോയി ചിലപ്പോൾ കാണിക്കാൻ പറ്റും. പക്ഷേ മെയിൻ റോഡാണ്. ഓക്കെ ഗൈസ്, പിന്നെ ഫുള്ള് വണ്ടികളും, അതാണ് പ്രശ്നം. ഇപ്പോൾ അമ്പ് വരും. സോ അതാണ് ഫസ്റ്റ് അമ്പാണ്. പക്ഷെ മുകളിൽ കുറച്ച് ലൈറ്റ് അപ്പാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് കാണിക്കാൻ എൻ്റെ ഹൈറ്റ് എത്തുന്നില്ല. പക്ഷെ അത് കുറച്ചൊരു സ്റ്റാറും രണ്ട് സാധനമാണ്. ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ കാണിക്കാൻ ശ്രമിക്കാം. സോ ഐ തിങ്ക് എനിക്ക് ചെണ്ടമേളം കേൾക്കാം വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അമ്പ് ഓൾറെഡി നമ്മുടെ വീണ്ടാക്കുന്നുണ്ട് കേട്ടോ. കാലത്ത് തന്നെ നമ്മൾ പോയി കളക്ട് ചെയ്തു അമ്മ പോയിട്ട്. സോ ഇനി അവന് കുറച്ച് നേരം മുമ്പ് വരും. സോ ഞാൻ ഡ്രസ്സ് മാറാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞു. സോ ഇന്ന് ജസ്റ്റ് അമ്പ് വരും. പിന്നെ ഞങ്ങൾ കുറച്ച് പടക്കവും മൂളിയും കമ്പിച്ചിട്ടൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കത്തിക്കണം. പിന്നെ അത് കഴിഞ്ഞ് ചിലപ്പോൾ പള്ളിയിൽ പോകും. എനിക്ക് പടക്കമൊന്നും അങ്ങനെ പേടിയില്ല, പേടിയാണ്. ഇത് ഏതൊരു വീട്ടിലെ ആരോ ഒട്ടിച്ച് അമിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ വീടെടുത്ത് കാണിച്ചു തന്നു. ആണ് സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് നേരം മുമ്പ് കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുകയാണ്, പത്തിരിയും സ്റ്റൂവും. സോ ശരിക്കും പറഞ്ഞാൽ ബ്രെഡ് അവിടെ ഉണ്ട് കേട്ടോ. ബ്രെഡ് ഉണ്ട്, പക്ഷെ ബ്രെഡ് ഞാൻ കഴിക്കാത്ത. ബാംഗ്ലൂർ നമുക്ക് ബ്രെഡ് കിട്ടും, പക്ഷെ പത്തിരി അങ്ങനെ കിട്ടാറില്ല. സോ ഇവിടെ വരുമ്പോൾ ഞാൻ ഫുള്ള് പത്തിരി കഴിക്കും. പത്തിരി എനിക്ക് ഇഷ്ടം കേട്ടോ. സോ ഇന്നാണ് മെയിൻ Day 2. കാരണം ഇന്നാണ് വെടിക്കെട്ട് പ്രദേശമൊക്കെ. സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി ഒരു 10 രൂപയായപ്പോൾ നമ്മൾ അമ്പ് പള്ളിയിലേക്ക് കയറുന്ന കാണാൻ പോയി. പക്ഷെ അപ്പം ഞാൻ ഫോൺ മറന്നു, വീഡിയോ എടുത്തില്ല. പക്ഷെ അപ്പൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. സോ എന്തായാലും ഞാൻ ഈ ഫുഡ് കഴിക്കണേ കുറച്ച് നേരത്തിനുള്ള നമ്മൾ ചിലപ്പോൾ പള്ളിയിൽ പോകും. അപ്പോൾ അപ്പം ഞാൻ വീഡിയോ എടുക്കാം. ഉച്ച സമയത്താണ് നമ്മൾ പള്ളിയിലേക്ക് ഇറങ്ങിയത്. പക്ഷെ പള്ളിയിൽ പോണേക്കാളും മുമ്പ് കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. സോ ഇത് ഇരിഞ്ഞാലക്കുടയുടെ ആ ഒരു റോഡ് വഴിയാണ് കേട്ടോ. ഇവിടെ പിണ്ടികളൊക്കെ നന്നായി ഡെക്കറേറ്റ് ചെയ്ത് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ലൈറ്റ് കാണാൻ പറ്റില്ലെങ്കിൽ പക്ഷേ പിണ്ടികളൊക്കെ ചിലത് ഭയങ്കര കണ്ട്. ഇവിടെ നമുക്ക് ഒരു ഫ്ലവർ വേസ് പോലെ അവർ പിണ്ടി വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് അന്തം വിട്ട കുന്തം പോലെ ഞാൻ നോക്കിയിരിക്കുമായിരുന്നു. കാരണം അത്ര രസമായിരുന്നു കാണാൻ. അതിനുശേഷം നമ്മൾ ആദ്യം പോയത് അമ്മയുടെ ആൻറ്റി ഷൈമാനിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. ഷൈമാൻ്റെയും ബാബങ്ങളുടെ വീട്. സോ ഇത് ആക്ച്വലി ഇവർ എൻ്റെ യൂട്യൂബ് ചാനലിന് മുമ്പ് ഞാനൊരു വീഡിയോയിൽ അവർ നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ കാണിച്ചിരുന്നു അവരെ. സോ ഇത് അവരുടെ വീടാണ്. അകത്ത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അവിടെ നിന്ന് നമ്മൾ ഈ അമ്മിയായിട്ടുള്ള സ്ട്രോബെറി പുഡിംഗ് ഒക്കെ കഴിച്ച് അവരോട് കുറച്ച് നേരം സംസാരിച്ച് നമ്മൾ പുറത്തിറങ്ങിയാണ് ചെയ്തത്. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. സോ ഇതാണ് അവരുടെ വീട്. അപ്പോൾ ഇതൊരു ഉച്ച സമയത്തായിരുന്നു നമ്മളിവിടെ വീട്ടിലെത്തിയത്. ഒരു മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ നമ്മൾ പോകുന്ന വഴിയാണ് അപ്പൻ്റെ സ്കൂളിൽ ഒന്ന് കയറിയെന്ന് പറഞ്ഞാൽ വണ്ടിയിൽ തന്നെ നമ്മൾ ഒന്ന് കണ്ടു. അപ്പോൾ അപ്പൻ്റെ സ്കൂൾ ഡോൺ ബോസ്കോ ഇരിഞ്ഞാലക്കുടയിലുള്ളൊരു സ്കൂളാണ്. ഇപ്പോൾ അപ്പൻ അതിനെ പറ്റി പറയുന്നത് മാത്രമേ കേട്ടിട്ടുള്ളൂ കേട്ടോ. ആദ്യമായിട്ടാണ് എൻ്റെ അകത്ത് പോയി കാണുന്നത്. ഇപ്പോൾ ഈ ഒരു സ്കൂളിൽ കണ്ടിട്ട് വലിയവർ അങ്ങോട്ട് പോയി വെറുതെ ചുമ്മാ നോക്കുവാണെങ്കിൽ അവിടെ പോയിട്ട് ജോണിൻ്റെ സ്കൂൾ എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ പറയാതെ ടോവിനോ തോമസിൻ്റെ കൂടെ സ്കൂളാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ മലയാളത്തിലൊരു സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ഒരു നടനാണ് ഈ ടോവിനോ തോമസ്. അപ്പോൾ ആളും ഈ ഒരു സ്കൂളിൽ ഞാൻ പഠിച്ചത്. എൻ്റെ അപ്പൻ ഈ സ്കൂളിൽ പഠിച്ച്, പക്ഷെ അപ്പൻ സീനിയറാണ് മാത്രം. അവർ ഒരുമിച്ച് പഠിച്ചൊന്നുമല്ല. സോ ഞങ്ങളിങ്ങനെ കാറിൽ കൂടെ പോകുമ്പോൾ അപ്പൻ ഈ ഒരു
സ്കൂളിനെ പറ്റി ഓരോന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അതാണെങ്കിൽ ഞങ്ങളിങ്ങനെ ചെവി തുറന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. സോ അപ്പം പറഞ്ഞിരുന്നു ഇതാണ് അപ്പം കളിച്ചിരുന്ന ഗ്രൗണ്ട്, പിന്നെ ICC ബിൽഡിങ്ങും CBSE ബിൽഡിങ്ങും LP സ്കൂൾ ബിൽഡിങ്ങും എല്ലാം കാണിച്ചു തന്നു. പക്ഷേ കുറച്ച് പഴയ സ്കൂളാണെങ്കിലും മെയിൻ്റെനൻസ് ഒക്കെ അത്യാവശ്യം വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളൊരു സ്കൂളാണ്. കാണുമ്പോൾ തന്നെ നമുക്കൊരു സ്കൂൾ ഫീൽ വരുന്ന ടൈപ്പ് ഒരു സ്കൂൾ നമുക്ക് പറയില്ല, അങ്ങനത്തെ ഒരു സ്കൂള്. പിന്നെ ഇവിടെ പാർക്കും അവരൊന്നും കാണിച്ചു തരുമായിരുന്നു. പിന്നെ ICC ബിൽഡിങ്ങാണ് ഇതൊരു പുതിയ റെനോവേറ്റഡ് ബിൽഡിംഗ് ആണെന്നാണ് അപ്പം പറഞ്ഞത്. ഓക്കെ, സോ ഇത് ആക്ച്വലി ഇരിഞ്ഞാലക്കുടത്ത് വൺ ഓഫ് ദ ഫേമസ് സ്കൂൾസ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. കാരണം നമ്മൾ ഇരിഞ്ഞാലക്കുട സ്കൂൾസിനൊക്കെ അടിക്കുമ്പോൾ ഇത് വന്നിരുന്നു, ഞാൻ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയായിരുന്നു. അപ്പോൾ സോ ആദ്യമായിട്ടാണ് ഞാൻ ഈ സ്കൂൾ അകത്തൊക്കെ ഒന്ന് കണ്ടത്. അപ്പൻ മുമ്പ് പറഞ്ഞ് മാത്രം അറിവുള്ളൂ. പിന്നെ അവിടെ എന്താ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു എന്നൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം കുറേ വണ്ടികൾ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി കാണാമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ പോകണമായിരുന്നു ആൻറ്റി അല്ല അങ്കിളിൻ്റെ വീട്ടിലേക്ക്. അപ്പം അവിടെ പോയതൊന്നും ഞാൻ വ്ളോഗ് എടുത്തില്ലായിരുന്നു. കാരണം എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. ഫോൺ ഞാൻ കാറിൽ മറന്നു വെച്ചു. പാപ്പൻ്റെ വല്യപ്പൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോയത്. അതിനുശേഷം ഇതാണ് നമ്മുടെ ഇരിഞ്ഞാലക്കുട പള്ളി. 10:30 കുർബാന കഴിഞ്ഞുകൊണ്ട് തന്നെ തിരക്ക് കുറച്ച് കുറവായിരുന്നു. പക്ഷേ രാത്രിയൊക്കെ വന്ന് അതിൻ്റെ പൊന്നോ തിരക്ക് കാരണം ഒന്നും നടക്കാൻ പോലും പറ്റില്ല. അല്ലെങ്കിൽ ആ 10:30 കുർബാനയുടെ സമയത്ത് വരണമായിരുന്നു, അപ്പോൾ നല്ല തിരക്കായിരിക്കും. കുർബാന ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. സോ ഇപ്പോൾ അത്ര തിരക്കൊന്നും ഇല്ല, ഭാഗ്യം എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ കുർബാനയുടെ ഇടയിൽ രാത്രിയോ പോയാൽ ഒടുക്കത്തെ തിരക്കായിരിക്കും. പക്ഷേ ഈ പ്രാവശ്യം എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞില്ല, ഇരിഞ്ഞാലക്കുട പെരുന്നാളിനെ കുറച്ച് സ്റ്റോളുകളൊക്കെ കമ്മിയായിരുന്നു. പക്ഷെ എന്നാലും അത്യാവശ്യം സ്റ്റോളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 10 സ്റ്റോൾ ഉണ്ടാവും, ഒരു സാധനത്തിന് 350 രൂപയും, അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നേർച്ച കിട്ടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നേർച്ച കിട്ടാൻ ഫസ്റ്റ് നല്ല തിരക്ക് വരുന്നു. അപ്പോൾ ആ സമയത്ത് പോകണ്ടെന്ന് വിചാരിച്ച് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴേക്കും തിരക്കൊക്കെ പോയി. അങ്ങനെ അകത്ത് കയറി. പൊരിയാണ് ഞങ്ങൾ നേർച്ചയായിട്ട് കിട്ടുമെന്ന് വിചാരിച്ച് ആകാംക്ഷയോടെ പോയത്. പക്ഷെ അവിടെ പോയി നമ്മൾ പ്രാർത്ഥിച്ച് നേർച്ചയിട്ട് നേർച്ച കയ്യിൽ കിട്ടിയപ്പോൾ ദാ ഉണ്ണിയപ്പവും പൈനാപ്പിൾ കേക്ക് ആ ആൻറ്റി ഒരെണ്ണം തന്നുള്ളൂ. പക്ഷേ ആ ഉണ്ണിയപ്പം തന്ന അപ്പാപ്പൻ 3 എണ്ണമൊക്കെയാണ് എൻ്റെ കയ്യിൽ തന്നത്. അല്ല, ഞാൻ അത്ര തിന്നുന്ന ആൾക്ക് തോന്നിയതാണോ എന്ന് അറിയില്ല. പക്ഷെ എന്തായാലും അത്ര ഞാൻ തിന്നില്ല. അത് ഞാൻ എൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തു. പിന്നെ നേരെ സ്റ്റോൾ അറ്റാക്ക്. അതെ, സ്റ്റോളിലേക്കാണല്ലോ നമ്മൾ മെയിനായിട്ട് പള്ളിയിലേക്ക് വരുന്നത് തന്നെ. പെരുന്നാൾ എന്ന് പറയുമ്പോൾ പിന്നെ സ്റ്റോളിൽ നിന്ന് ഒരു 10 സാധനങ്ങളും 10 ഒരു സാധനങ്ങളും മേടിക്കാണ്ട് പോകാണ്ട് ഒരു സമാധാനമില്ല. സോ അങ്ങനെ പോയി. നാട്ടുവേരത്തായിരുന്നു ഈ ഷോപ്പിംഗ് നടത്താൻ പോയത്. അപ്പനെയാണെങ്കിൽ മടിയായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾ 3 പേരുള്ളതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ അപ്പനെ ഉന്തി തള്ളി സ്റ്റോളിൻ്റെ അവിടേക്ക് കൊണ്ടുപോയി. അവിടെ പോയിട്ട് കുറച്ച് അധികം ഷോപ്പിങ്ങിന് ശേഷമാണ് നമ്മൾ വീടിനകത്തേക്ക് പോയുള്ളൂ. ഷോപ്പിങ്ങിൻ്റെ അവിടെയാണെങ്കിൽ കുറച്ച് ഒടുക്കത്തെ തിരക്കായി, അതുകൊണ്ട് അവിടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ബാക്കി തിരിച്ചു പോകുമ്പോൾ കുറച്ച് വീഡിയോസ് എടുത്താണ് ഞാൻ വീണ്ടും അടിച്ച് കയറ്റിയേക്കുന്നത് കേട്ടോ. സോ കുറച്ച് അധികം സാധനങ്ങൾ മേടിച്ചു എന്ന് പറയുമ്പോൾ ആക്ച്വലി കുറവാണ്, എന്നാലും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. സമാധാനമായി ഒരു 2 മണിയായപ്പോൾ തിരിച്ച് വീട്ടിലെത്തി, ലഞ്ച് കഴിച്ചു, വിശ്രമിച്ചു. സോ ഇന്ന് ഞാനിപ്പോൾ എൻ്റെ വെല്ലിപ്പിൻ്റെ വീട്ടിലാണ്. അപ്പോൾ വെല്ലിപ്പിൻ്റെ വീട്ടിൽ പറഞ്ഞാൽ വെല്ലിപ്പിനോടില്ല, ഫ്ലാറ്റാണ്, അവിടെ ദുബായിലാണ്. സോ ഇപ്പോൾ ഇവിടെ നിന്ന് ടെറസിൽ നിന്ന് പള്ളിയുടെ വെടിക്കെട്ടൊക്കെ നന്നായി കാണാം. സോ അതുകൊണ്ട് ഞങ്ങളിവിടെയാണ്. സോ വെടിക്കെട്ട് കടഞ്ഞ് മോളി പൂട്ടി. അപ്പനും അമ്മയും ജോസും മാത്രം പള്ളിപ്പറമ്പിൽ പോയിട്ട് വെടിക്കെട്ട് കണ്ടു. ഞാൻ, അമ്മാമ്മ, അപ്പാപ്പൻ, അന്നൻകുട്ടി ടെറസിൽ നിന്നാണ് കണ്ടത്. അപ്പോൾ അപ്പാപ്പൻ്റെ ഫോണിൽ കുറച്ച് ക്ലാരിറ്റി കുറവായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ ക്ലാരിറ്റി ഒപ്പിച്ച് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ അമ്മ ക്ലാരിറ്റിയിൽ അടുത്ത് നിന്ന് തന്നെ വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ അതും ഞാൻ എടുത്തും എല്ലാം കൂടി ചേർത്ത് കാണിച്ചു തരാം. ഓക്കെ. സോ എന്തായാലും ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. സോ ബൈ ബൈ. ജസ്റ്റ് ടാറ്റ കൊടുക്ക്. ടാറ്റ.